മഴ തിമിർത്തു പെയ്യുകയാണ്. ഇതിനോട് കൂടെ തന്നെ അനേകം അസുഖങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ട്. മഴക്കാല രോഗങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നതിനെക്കുറിച്ചുമാണ് മെറ്റാ റൂട്ടിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് അനേകം അസുഖങ്ങൾ നമ്മളെ തേടിയെത്തുന്നുണ്ട്. അതിൽ പലതും കൊതുക് കാരണം പകരുന്നതും ചിലത് ഭക്ഷണങ്ങളിൽ നിന്ന് പകരുന്നതുമൊക്കെയാണ്. എങ്ങനെയാണ് അതിനെ തടയുന്നത് എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യമായി കൊതുകുകളിൽ നിന്ന് പകരുന്ന അസുഖങ്ങളിലേക്ക് വരാം. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അതുപോലെ തന്നെ മലേറിയ അഥവാ മലമ്പനി എന്നിവയാണ് കൊതുക് കാരണം ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് എത്തുന്ന അസുഖങ്ങൾ. ഇതിൽ ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും ഏഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുക് കാരണമാണ് നമ്മളിലേക്ക് അസുഖം പകരുന്നത്. ഈഡിസ് ഈജിപ്തി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ അവരുടെ കാലുകളിൽ, കറുത്ത കാലുകളിൽ വെള്ള സ്ട്രൈപ്സ് ഉള്ള രീതിയിലുള്ള കൊതുകുകളാണ് പൊതുവെ ഇവ. പകൽ സമയങ്ങളിലാണ് കൂടുതലും ഏഡിസ് ഈജിപ്തി നമ്മളെ കടിക്കുന്നത്. മാത്രമല്ല ഇവ മുട്ടയിട്ട് വളരുന്നത് ക്ലീനായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ വീടിന് ചുറ്റുമുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ക്യാൻ അല്ലെങ്കിൽ ചിരട്ട അതല്ലെങ്കിൽ ടയർ, ഇതിനുള്ളിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിലാണ് ഇവയുടെ മുട്ട വിരിയുന്നതും വലുതാവുന്നതും. അതുകൊണ്ട് തന്നെ ഏഡിസ് ഈജിപ്തി കാരണമുണ്ടാകുന്ന ഡെങ്കിപ്പനി, അതുപോലെ ചിക്കുൻ ഗുനിയ തുടങ്ങിയ അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സാധാരണ രീതിയിൽ പറയുന്നൊരു കാര്യം ഡ്രൈ ഡേ ആചരിക്കലാണ്. എന്താണ് ഡ്രൈ ഡേ? സാധാരണ രീതിയിൽ ഏഡിസ് ഈജിപ്തി കൊതുകിന് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 7 ദിവസമാണ്. എന്ന് പറയുമ്പോൾ അവ ഒരു മുട്ടയിട്ട് അത് വിരിഞ്ഞ് വലുതാവാനെടുക്കുന്ന ഏകദേശ സമയം. ഈ ലൈഫ് സൈക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പീരീഡിൽ ഇവ നമ്മൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അതിനെ ഒരു അറസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ കൂടുതലായി കൊതുക് വളരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസം, പ്രിഫറബിളി നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസം, സാധാരണ രീതിയിൽ സൺഡേ ആണ് നമ്മളിതിന് തിരഞ്ഞെടുക്കാറ്, അഥവാ ഞായറാഴ്ച. ഞായറാഴ്ച ദിവസം വീട്ടിലെ എല്ലാവരും പുറത്തിറങ്ങുകയും വീടിന് ചുറ്റുമുള്ള ഇതുപോലെയുള്ള ക്യാന്, ചിരട്ട, ബാക്കിയുള്ള ടയർ പോലെയുള്ളതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മുഴുവൻ ഒഴിവാക്കുകയും ഇവയെല്ലാം വെള്ളം തട്ടാത്ത അല്ലെങ്കിൽ മഴ തട്ടാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുക എന്നുള്ളത് പറയുന്നത്. ഇങ്ങനെയാവുന്നതോടുകൂടി ഇവരുടെ ലൈഫ് സൈക്കിളിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാനും കൊതുക് കൂടുതലായി വളരുന്നതിനെ നിർത്തലാക്കാനും നമുക്ക് സാധിക്കുന്നു. അടുത്തത് പകൽ സമയങ്ങളിൽ കടിക്കുന്ന കൊതുകായതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ നമ്മൾ പുറത്തേക്ക് നടക്കുന്ന സമയത്ത് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക എന്നുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ. രാത്രി ഉറങ്ങുന്ന സമയത്ത് മോസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ കൊതുക് കടിക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന കുറേയധികം ഓയിൻമെൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. DEET പോലെയുള്ള അല്ലെങ്കിൽ ഓഡോമോസ് പോലെയുള്ള ഓയിൻമെൻറ്റുകൾ ഉപയോഗിക്കുകയാണ് നമുക്ക് ഇതിനെ ഒഴിവാക്കാനുള്ള ഒരു മാർഗം. അടുത്തത് മലേറിയയാണ് അഥവാ മലമ്പനി. മലമ്പനി ഉണ്ടാക്കുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഇതിൻ്റെ ചിറകുകളിൽ, കറുപ്പ് ചിറകുകളിൽ വെള്ള സ്ട്രൈപ്സാണ് സാധാരണ രീതിയിൽ കാണുന്നത്. കൂടുതലും രാത്രി സമയങ്ങളിലാണ് ഇവ കടിക്കുന്നത്. അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൻമെൻറ്റുകൾ, DEET അടങ്ങിയ ഓയിൻമെൻറ്റുകൾ രാത്രി നമ്മളുടെ ശരീരത്തിൽ ഉപയോഗിച്ച് കിടക്കുകയും ചെയ്യുന്നതാണ് ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തഡോളജി. ഈ പറയുന്ന അസുഖങ്ങളെല്ലാം സാധാരണ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കാം. എങ്ങനെയാണ് ഓരോ അസുഖം വരുന്നത് എന്നുള്ളതും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളതും ഡേഞ്ചർ സൈൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചെല്ലാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും സംസാരിക്കാം. അടുത്തത് വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും നമുക്ക് വരുന്ന അസുഖങ്ങളാണ്. ഈ മഴക്കാല സമയത്ത് മഞ്ഞപ്പിത്തവും അതുപോലെ തന്നെ ടൈഫോയിഡും എല്ലാം വളരെയധികം കൂടി വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്തം പൊതുവെ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുകയും അതുപോലെ തന്നെ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം കൈ കഴുകുക, മാത്രമല്ല തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക, പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക തുടങ്ങിയവയാണ് ഈ അസുഖങ്ങൾ വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു അസുഖം എലിപ്പനിയാണ്. എലിപ്പനി സാധാരണ രീതിയിൽ പകരുന്നത് എലിയുടെ മൂത്രം, ആ മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ള ലെപ്റ്റോസ്പൈറ ഇൻറ്ററോഗൻസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം നമ്മളുടെ ശരീരത്തിലേക്ക് കയറുന്നതിലൂടെയാണ്. അത് നമ്മളുടെ ശരീരത്തിലേക്ക്, നമ്മളുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ ആ മുറിവിലൂടെയാണ് ഇത് ശരീരത്തിലേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ മഴക്കാല സമയത്ത് കൂടുതൽ സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് ഇതിലെല്ലാം
എലി മൂത്രമൊഴിക്കുകയും ഈ ഓർഗാനിസം അതിലെല്ലാം ഉണ്ടാവുകയും ആ വെള്ളത്തിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലേക്ക് ഇത് കയറുകയുമാണ് സാധാരണ രീതിയിൽ ഈ അസുഖം കിട്ടുന്ന ഒരു മാർഗ്ഗം. കൂടുതലായിട്ടും തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ആളുകളിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകളിലൊക്കെ ഉള്ള ആളുകളിലാണ് നമ്മൾ കൂടുതലും എലിപ്പനി കണ്ടുവരുന്നത്. വളരെയധികം ക്രിട്ടിക്കലാകാവുന്ന ശരീരത്തിലെ പലവിധ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനുകളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് എലിപ്പനി. മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. എത്ര ആരോഗ്യവാനാണെങ്കിൽ പോലും ഒരു എലിപ്പനി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം മുഴുവനായിട്ട് തളരാനും നമുക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എലിപ്പനി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ബാക്കിയുള്ളതിലെല്ലാം പോകുന്നത് മാക്സിമം ഒഴിവാക്കുക. ഇനി അഥവാ ഇങ്ങനെയുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ വലിയ മൊത്തം കവർ ചെയ്യുന്ന കാലെല്ലാം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഷൂസുകൾ നമ്മൾ യൂസ് ചെയ്യുക. ഇനി അഥവാ എപ്പോഴും നമ്മൾക്ക് ഈ ഫ്ലഡ് പോലെ ഉള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെള്ളത്തിനോട് കൂടുതൽ എക്സ്പോഷർ വരുന്നുണ്ടെങ്കിൽ ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ഗുളിക പ്രൊഫൈലാക്സിസ് ആയിട്ട് ഓരോ ആഴ്ചയിൽ 200 mg എന്നുള്ള രീതിയിൽ എത്ര കാലത്തേക്കാണ് നമ്മൾ എക്സ്പോഷർ വരുന്നത് അത്രയും കാലത്തേക്ക് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കുകയുമാണ് വേണ്ടത്. നമ്മളുടെ PHCകളെല്ലാം നമുക്ക് ഈ മരുന്ന് അവൈലബിൾ ആണ്. ഇനി മഴക്കാലത്ത് വരുന്ന മറ്റൊരു അസുഖം എന്ന് പറയുന്നത് മഴക്കാലത്ത് നമ്മൾ കൂടുതലായി ഉണങ്ങാതെ തന്നെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഇടുന്നത് കൊണ്ട് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. അത് ശരീരത്തിൻ്റെ പ്രൈവറ്റ് ഭാഗങ്ങളിലും അതുപോലെ തന്നെ കാലിനിടയിലും കൈയിനിടയിലും എല്ലാം ഇങ്ങനെ വരാം. അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വസ്ത്രങ്ങളെല്ലാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ധരിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റുള്ളത് കോമൺ കോൾഡ് അഥവാ സാധാരണ രീതിയിലുള്ള ജലദോഷം. ഇതെല്ലാം ഈ മഴക്കാല സമയത്ത് വളരെയധികം കൂടുന്നുണ്ട്. കാരണം ഈ മഴയും ബാക്കി ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളെല്ലാം ആവുന്ന സമയത്ത് ഈ വൈറസും റൈനോ വൈറസ് എന്ന് പറയുന്ന ജലദോഷം ഉണ്ടാകുന്ന വൈറസും ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ ശരീരത്തിലേക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുകയാണ്. അപ്പോൾ കൂടുതലായി ആളുകൾ വരുന്ന സ്ഥലത്തേക്ക് പോവാതിരിക്കുകയും അതുപോലെ തന്നെ മാസ്ക് മുതലായവ ഉപയോഗിക്കുകയും ചെയ്യുകയാണ് ഇതിന് വേണ്ടത്. മഴക്കാല സമയത്ത് നമുക്ക് വന്നു ചേരാവുന്ന എല്ലാ അസുഖങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ കുറേയധികം അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. ആൻഡ് ഓൾവേസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എല്ലാവരും സ്വന്തം ആരോഗ്യത്തിൽ ജാഗ്രത പുലർത്താൻ ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.